കച്ചിക്കച്ചവടം മൂലം സ്കൂളിൽ നിന്ന് പുറത്താകുന്ന കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയ ഒരു സമയമായിരുന്നു. വീട്ടിൽ കറണ്ട് കിട്ടി. അതിൻ്റെ കറണ്ട് ചാർജ് അടക്കണമെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ പോകണം. ഈ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുന്നത് ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പാതി വഴിയിൽ അരങ്ങം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ പോവുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും അധ്യാപകരോട് ചോദിച്ചൊരു അവധി വാങ്ങിയിട്ട്, അല്ലെങ്കിൽ ഊണ് കഴിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങി ഓടിപ്പോയി 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരെ പോയി കറണ്ട് ചാർജ് അടച്ച് സ്കൂളിൽ ബെല്ലടിക്കുന്നതിന് മുമ്പ് വരികയാണ് പതിവ്. ആ വർഷം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ക്ലാസ്സുകളെല്ലാം തീരാറായ ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങളുടെ പോർഷനൊക്കെ ഏകദേശം അവസാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഗോപി സാറായിരുന്നു. സാറ് വന്നു ഹാജരെടുത്ത്, പിന്നെ സാധാരണഗതിയിൽ ക്ലാസ് പഠിപ്പിക്കാനുണ്ട്, അദ്ദേഹം പഠിപ്പിക്കും. പക്ഷേ ഞങ്ങളുടെ ഒരു സാറ്, എന്നെ ഈ ഇറക്കി വിട്ട സാറ് പലപ്പോഴും പോർഷൻ തീർക്കാറില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ പോർഷനൊക്കെ തീർത്ത സാർമാരുടെ പീരീഡുകൾ വാങ്ങി അദ്ദേഹം പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തെ പെട്ടെന്ന് ഇത് കവർ ചെയ്യുകയാണ് പതിവ്. അങ്ങനെ ഗോപി സാറ് വന്ന് ഹാജരെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. കാരണം മറ്റേ സാർ ആ പീരീഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗോപി സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ എനിക്കൊന്ന് പഞ്ചായത്തിൽ പോകണം, കറണ്ട് ചാർജ് അടയ്ക്കാനാണ്. അതിനെന്താ കുട്ടി പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ സാറ് വന്ന് ക്ലാസ്സിലേക്ക് കയറുക. അദ്ദേഹം ഈ പീരീഡ് മേടിച്ചാണ്. നീ എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പഞ്ചായത്തിൽ വരെ ഒന്ന് പോകണം. എന്താ, കറണ്ട് ചേർക്കണം? എടാ, പഞ്ചായത്തിൽ പോകേണ്ടവൻ പഞ്ചായത്തിൽ പോയിക്കോണം, സ്കൂളിൽ വരേണ്ടവൻ സ്കൂളിൽ വന്നോണം, കയറി ഇരിടാന്ന് പറഞ്ഞു. ഞാൻ കയറിയിരുന്നു. ഒരു പീരീഡ് അദ്ദേഹത്തിൻ്റെ നിന്ന് വാങ്ങിയതാണ്, ഞാൻ ഗോപി സാറിൻ്റെ നിന്ന്. പിന്നത്തെ പീരീഡ് ഈ പറഞ്ഞ സാറിൻ്റെ തന്നെയായിരുന്നു. പിന്നീട് ഇൻ്റർവെല്ലായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അന്ന് ഉച്ചയ്ക്ക് എന്തോ പോകാനുള്ള അസൗകര്യങ്ങൾ, എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഇൻ്റർവെല്ലായപ്പോൾ പോയി കറണ്ട് ചാർജ് അടച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു പീരീഡ് കഴിഞ്ഞു. എൻ്റെ ഗ്രഹപ്പഴയ്ക്ക് ഈ 3ാമത്തെ പീരീഡും അദ്ദേഹം തന്നെ വാങ്ങിയായിരുന്നു. അദ്ദേഹം വരില്ല, വേറെ സാർമാരുടെ പീരീഡ് ആണല്ലോ എന്ന് ഓർത്ത് ഞാൻ ധൈര്യത്തിലാണ് പോയത്. പക്ഷേ 3ാമത്തെ പീരീഡും അദ്ദേഹം വാങ്ങി. ക്ലാസ് തീരാറാകുമ്പം ഒരു 5 മിനിറ്റ് എല്ലാ കുട്ടികളുമായിട്ടും പുള്ളി ചെറിയൊരു എന്താ പറയുക, എല്ലാവരും എടുത്തിട്ടൊരു ഉരുട്ടുന്ന പരിപാടിയുണ്ട്. അങ്ങനെ പുള്ളി കറങ്ങി വരുമ്പോൾ ഞാൻ സീറ്റിലില്ല. എൻ്റെ അടുത്തിരുന്ന ആളിനോട് ചോദിച്ചു, അവൻ എവിടെയെന്ന് ചോദിച്ചു. അവൻ പഞ്ചായത്തിൽ പോയെന്ന് പറഞ്ഞു. സാറൊന്നും മിണ്ടിയില്ല. ഞാൻ വന്നു, അടുത്ത പീരീഡ് മുതൽ ക്ലാസ്സിലിരുന്നു. അടുത്ത കഥകൾ അടുത്തതിൽ.